ശ്രീരാമശരണം സമസ്തജഗതാം നാമം വിനാകാഗതി രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമ രാമാത്രസ്ഥിതികാലഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ബോധുമേ രാമത്വമേവാശ്രയ കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അധ്യാത്മരാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം ഭഗവാനെയും പ്രലോഭിപ്പിക്കാനും അതുവഴി ലക്ഷ്മണനെ സീതയിൽ നിന്ന് അകറ്റാനും മാരീചനെ അയച്ചു. മാരീചൻ്റെ പ്രാണൻ ഭഗവാൻ എടുത്തു. ലക്ഷ്മണ സീതേ എന്ന് കരഞ്ഞു. തയ്ക്കവയ്യാത്ത വാക്കുകൾ കേട്ട് വനദേവതമാരെ ഏൽപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ പുറത്തേക്ക് ഇറങ്ങി. അതുതന്നെയാണ് രാവണൻ്റെ ലക്ഷ്യം. ഈ സമയത്ത് സന്യാസി വേഷത്തിൽ വരികയാണ്. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണന്ധനായ അവതരിച്ചിടിനാനവനിൽ ജഡയും വെൽക്കലവും ധരിച്ചു സന്യാസിയായുടെ ചാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഈ ലക്ഷ്മണൻ പുറത്തേക്ക് അങ്ങനെ പോവാൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ജഡയും വെൽക്കലയും സന്യാസി വേഷവും ധരിച്ച് ഒന്നും സീത മനസ്സിലാക്കിയില്ല. മായാസീതയാണ്. അപ്പോൾ അത്ര ബുദ്ധിയല്ലേ ഉണ്ടാവുള്ളൂ. ലക്ഷ്മി ദേവിക്ക് അങ്ങനെയല്ല. എല്ലാവർക്കും ബുദ്ധിയും ശക്തിയും കൊടുക്കുന്നവളും സർവ്വ ഐശ്വര്യം കൊടുക്കുന്നതും ശത്രുദോഷത്തിനും കൂടി നമ്മൾ വിചാരിക്കുന്നത് മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിക്ക് കപടവേഷം കണ്ടാൽ തിരിച്ചറിയാതിരിക്കുമോ? എഴുത്തച്ഛൻ്റെ യുക്തി അവിടെ വളരെ കേമാണെന്നാണ് എല്ലാവരും പറയണത്. ശരിക്കുള്ള ലക്ഷ്മിക്ക് തിരിച്ചറിയാതിരിക്കില്ലല്ലോ. രാവണൻ കള്ളവേഷം കെട്ടി വന്നാൽ കടക്കേ പുറത്തെന്നാണ് പറയുക. അതുകൊണ്ട് മായാവേഷമായതുകൊണ്ട് എന്ത് ഭിക്ഷുവേഷത്തെ പുണ്ടരക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും, സീത എന്നല്ല പറഞ്ഞത്, മായാ സീതാദേവിയും വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട്. വിനീതയായി നത്വാ സമ്പൂജ്യ ഭക്തിയാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത പിന്നെയും ചൊന്നാൾ. അപ്പോൾ ആദിത്യമര്യാദ ചെയ്യണം. വിശേഷിച്ച സന്യാസിയാണ്, തെറ്റിദ്ധരിച്ചു. അങ്ങനെ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരുനേരമിരുന്നീടുക തപോനിധേ. ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഒന്നും അറിയാത്തതായിട്ട് സീത ആദിത്യം കൊടുത്തു. ഉടനെ രാമൻ വരും, ശ്രമിക്കണം, അങ്ങയുടെ ഇംഗിതങ്ങൾ അറിഞ്ഞ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രാമനും സന്യാസി ഭക്തനാണ്, അവരിലൊക്കെ മഹാനുള്ളതാണ് എന്നേ മായാ സീത വിചാരിച്ചുള്ളൂ. അപ്പോൾ ചോദിച്ചു, സുന്ദരി, നീ ആരാണ്? ആരെയാണ് നീ സ്നേഹിക്കുന്നത്? അതോ നീ വല്ലവരുടെയും ഭാര്യയാണോ? രാക്ഷസികളെ മറ്റു ദുഷ്ടജന്തുക്കളെ ഒക്കെ നിറഞ്ഞ ഈ ഭീകരമായ കാട്ടിൽ ഒരു ആയുധപാണികളും ഇല്ലാണ്ട്, ആയുധപാണികളും ഇല്ലല്ലോ സഹായമായി, ആരുമില്ലല്ലോ അവിടെ. ഒന്നും അറിയാത്ത പോലെ രാവണൻ ആയുധപാണികളായിട്ട് രക്ഷയ്ക്കായിക്കൊണ്ട് ആരും കൂടെ ഇല്ലാതെ ഈ കാട്ടിൽ എങ്ങനെ നീ വന്നുപെട്ടു? അപ്പോൾ പറഞ്ഞു, രാമൻ്റെ അച്ഛൻ്റെ സത്യം പാലിക്കാൻ കാട്ടിലേക്ക് വന്ന ആളാണ് രാമൻ. കൂടെ അനുജനും ഉണ്ടായിരുന്നു. തൽക്കാലം അവർ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ആട്ടെ, അങ്ങ് ആരാണ്? ചോദിച്ചതായിട്ട് സമയത്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു. പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ താപസനായിരിക്കുന്ന അച്ഛൻ കാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള രാമൻ്റെ കൂടെ നീ എന്തിനാണ് പോകുന്നത്? ഞാൻ വേറെ ആരുമല്ല, ലങ്കാധിപനായിട്ടുള്ള രാവണനാണ്. മംഗലശീലേ ബാലേ പങ്കജ വിലോചനേ പൗലസ്ത്യതനയനാൻ രാക്ഷസരാജാവ് ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെ ഉള്ളൂ. എന്നെ ശരിക്കും അറിയാത്തൊരു ഈ ലോകത്തിൽ ആരാണുള്ളത്? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഈ താപസവേഷം പൂണ്ട രാമൻ്റെ കൂടെ പോകുന്നതിന് പകരം എൻ്റെ കൂടെ വരിക. അവിടെ എൻ്റെ പട്ടമഹിഷിയായിട്ട് നിന്നെ ഞാൻ വാഴിക്കാം. അനവധി സ്ത്രീകളും ഭൃത്യകളും നിന്നെ നോക്കാൻ, നീ പറഞ്ഞ കേൾക്കാൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് രാമനെ കൂടെ നടന്നതുകൊണ്ട് ഒരു കാര്യവും നിനക്കില്ല. താപസവേഷം പൂണ്ട് രാജ്യത്തുനിന്ന് ഭ്രഷ്ടാക്കിയ
ധനമോ കാര്യങ്ങളോ അധികാരമോ കയ്യിലില്ലാത്ത അച്ഛനാൽ വെട്ടനാക്കപ്പെട്ട രാമനെ സ്വീകരിക്കുന്നത് പകരം എന്നെ നീ സ്വീകരിക്കൂ, എൻ്റെ കൂടെ പോന്നാൽ എൻ്റെ പത്നിയായ നീ പട്ടമഹിഷിയായി. പറഞ്ഞു, കേവലം അടുത്തിത് മരണം നിനക്കിപ്പോളേവൻ നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ. അങ്ങെന്തേ വിചാരിച്ച എന്നെ പറ്റിയിട്ട്? തൊട്ടുകൂടാമോ ഹരിപത്നിയെ ശശത്തിന് കഷ്ടമായുള്ള വാക്കു ചൊല്ല അതേ മൂഢാത്മാവേ. മഹാത്മാവേ എന്ന് വിളിച്ചിട്ടില്ല, അതേ നാവുകൊണ്ട് മൂഢാത്മാവേ എന്ന് വിളിക്കേണ്ടി വന്നിരിക്കുന്നു. സന്യാസി വേഷത്തെയാണ് സീത ബഹുമാനിച്ചത്. ഉള്ളിൽ സന്യാസി ആവും ശരിക്കെന്ന് വിചാരിച്ചു, അല്ലാന്ന് കണ്ടപ്പോൾ മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇത് നൂനം. വാക്ക് ബലിക്കും ചെയ്തു ഇല്ലേ? രാമബാണങ്ങളെ കൊണ്ട് മാറ് പിളർന്ന് ഭൂമിയിൽ വീഴാനുള്ള കാരണം ആവുമെന്ന് പറഞ്ഞു. അതേപോലെ അത് സംഭവിക്കും ചെയ്തു. താമസം വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദേഷ്യപ്പെട്ടു. തന്നെ ഉപദേശിക്കുക, തന്നെ ശാസിക്കുക, അതൊന്നും രാവണന് ശീലല്ല. താൻ അങ്ങോട്ട് ശാസിക്കുക, പറഞ്ഞത് കേൾക്കുക എന്നല്ലാണ്ട് 20 കൈകളും 10 തലകളും കാട്ടി എങ്കിൽ അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിലഞ്ചസ ഭയപ്പെട്ടു വനദേവതമാരും. ഇതേ നോക്കി രക്ഷിക്കാറുള്ള വനദേവതകൾ പേടിച്ചു. വേഗം ആ സീതയെടുത്ത് വിമാനത്തിൽ കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. ആകാശമാർഗേ ശീഘ്രം പോയിത് ദശാനനം ഹാഹാമൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരം രാഘവരാമ സൗമിത്രേ കാരുണ്യാബ്ദേ ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനം സത്വമുത്ഥാനം ചെയ്തിടിനാൻ ജഡായുവും. പക്ഷീന്ദ്രനാം സത്വരം ജഡായു ഉത്ഥാനം ചെയ്തു എന്ന് പറയാണ്. എന്താ അപ്പോൾ അങ്ങനെ കരച്ചിൽ കേൾക്കാൻ കാരണം? ജഡായു ഈ കരച്ചിൽ അങ്ങനെ കേട്ടു. സീതയെ തിരിച്ചറിഞ്ഞുണ്ടാവണം എന്നാണ്. തിരിച്ചറിഞ്ഞില്ലെങ്കിലും എന്തോ കുഴപ്പമുണ്ട്. കാരണം അല്ലെങ്കിൽ സ്ത്രീ കരയില്ലല്ലോ, സമ്മതത്തോടു കൂടി കൊണ്ടുവച്ചാൽ കരയില്ല. അപ്പോൾ ഇവിടെ ഒരു അധർമ്മം ഉണ്ട്. കരുതി കൂട്ടിയ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോവാണ്. സീതയാണോ എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നാണ് പിന്നെ കഥ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. മനസ്സിലായിട്ടുണ്ട്, ജഡായുവിനെ അറിഞ്ഞു എന്നാണ്. പല വിശേഷ ബുദ്ധിയുണ്ട് ജഡായുവിന്, സാധാരണ ഒരു പക്ഷിയല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് രാമപത്നിയെ കൊണ്ടുപോകുന്നത്? എതിർത്തു നോക്കി. അത്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോന്നത ബുദ്ധിയോടും കൃതരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടെ ക്രുദ്ധൻ അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. ജഡായു ശക്തനാണ്, നല്ല പക്ഷി. സാധാരണ ഒരു പക്ഷി എന്നില്ല, വലിയ വലിപ്പം തന്നെ വളരെയധികം ഉണ്ട്, ശക്തി വളരെയധികം ഉണ്ട്. കാലിൻ്റെ നഖങ്ങളെ കൊണ്ട് വാരണനെ മാന്തിയിട്ടും കീറിയിട്ടും വശം കെടുത്തി തേർത്തടം തകർത്തു. ഇതൊക്കെ ഒരു പക്ഷിക്ക് ചെയ്യാൻ പറ്റുമോ? സാധാരണ പക്ഷിയല്ലാതെ, അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത്. ആകെ രാവണന് കുറച്ച് പ്രശ്നമുണ്ടായി. ഒരു പക്ഷിയിൽ നിന്ന് ഇത്രയും പ്രശ്നം പ്രതീക്ഷിച്ചതല്ല. ഒടുവിൽ എന്ത് ചെയ്തു? ധാത്രീപുത്രിയെ നിലത്ത് നിർത്തി. ധാത്രീപുത്രി സീതയെ നിലത്ത് നിർത്തി ചന്ദ്രഹാസം കൊണ്ട് ചിറക് മുറിച്ചു. ചിറകാണല്ലോ പക്ഷികൾക്ക് ആശ്രയം. പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ ദൃഢം. അതിനെയാണ് ഛേദിച്ചു. എന്നാൽ അതിൻ്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാമെന്നും പറഞ്ഞു. തേരൊക്കെ തകർത്തു. വേറൊരു തേരിൽ കയറി അവിടുന്ന് പോവുകയും ചെയ്തു. ഒരു വരം മാത്രം സീത കൊടുത്തു. ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായിക എന്ന് പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി. എന്നെ എതിർത്തത് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്താണ് ചെയ്യുക? നിസ്സഹായയാണ് ജഡായു. എന്നെ സഹായിക്കാൻ, ഇവനിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. വളരെ സങ്കടമുണ്ട് എനിക്ക്. എന്നെ ഭർത്താവിനെ കണ്ട് വിവരം പറയുന്നവരെ നീ മരിക്കില്ല എന്നൊരു വരം, അങ്ങനെ ചില വരമൊക്കെ കൊടുക്കാൻ സീതയ്ക്ക് ശക്തിയുണ്ട്. ഞാൻ നിനക്ക് നൽകാം. എന്തായാലും ഈ സഹായത്തിനും രാവണനെ എതിർത്തതിനും തക്കതായ പ്രതിഫലം ശ്രീരാമൻ അങ്ങേക്ക് നൽകും. എന്താ നൽകുക? മോക്ഷം. അതിലപ്പുറം ഒരു ഫലം ഉണ്ടോ ഇനി കിട്ടാൻ? അവിടെ നീ വെറുതെ ആയി എന്ന് വിചാരിക്കേണ്ട. ഈ ശരീരമല്ലേ പോയുള്ളൂ, അതാണോ എല്ലാതും? അതുകൊണ്ട് നിനക്കതിന് പ്രതിഫലം കിട്ടുമെന്ന് സീത മനസ്സിൽ സങ്കല്പിച്ചു.
ലക്ഷ്മണ നിന്നോട് ഞാൻ പരിഷഞ്ജൊന്നേണല്ലോ രക്ഷിച്ചുകൊള്ളേണമേ ദേവരാദയാനിധേ. എത്ര വേഗം രക്ഷോജാതിയിലത്രേ നീയ പിറന്നിതുന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പം പറഞ്ഞു ദേവരാ ദയാനിധേ. ദേവരൻ എന്ന് പറഞ്ഞാൽ ഗുണഗണങ്ങൾ നിറഞ്ഞവൻ എന്നർത്ഥമാണ്. നേരത്തെ രക്ഷോജാതി എന്ന് പറഞ്ഞ ആളെ ഇപ്പം എന്താ പറയുക, ദേവര, ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ലക്ഷ്മണ. അത് മനസ്സിലാക്കാതെ നിന്നെ ഞാൻ എന്തൊക്കെയോ ആക്ഷേപിച്ചതിൻ്റെ ഗുണം ഇതാ എനിക്ക് കിട്ടി. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗത്പദേ കൗണുപാധികൻ. എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളണമേ. രാക്ഷസൻ കൊന്നു തിന്നുക എന്നുള്ള അർത്ഥത്തിലും ആവാം, ചാരിത്രം ഭംഗപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലും ആവാം. അതിനൊക്കെ നമ്മൾ ഈ കൊന്നു തിന്നാന്ന് പറയാലോ, ഉപമിച്ച് പറയാം. എന്നെ കൊന്നു തിന്നുന്നൊക്കെ, കൊന്നു തിന്നാനും മടിക്കില്ല, അങ്ങനെയാവാം. രണ്ടു നിലയും കൊന്നു തിന്ന. കൗണപാധികൻ എന്നെ കൊല്ലു തിന്നും മുമ്പേ രക്ഷിച്ചു കൊള്ളണമേ സത്വചേതസ മഹാസത്വവാരിധേ നാഥാം. ഇങ്ങനെ കരഞ്ഞും കൊണ്ട് അങ്ങനെ പോകുമ്പോൾ സുഗ്രീവാദികളായിട്ടുള്ള നീലൻ, നളൻ മുതലായിട്ടുള്ള 5 പഞ്ചവാനരന്മാർ എന്ന് പറയും, അവരെ കണ്ടു. ഈ ആഭരണങ്ങളൊക്കെ കീഴ്പ്പെട്ട് ഇടുകയാണ്. മൃത്വാ കീഴ്പോട്ട് നിക്ഷേപിച്ചത് സീതാദേവി മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതും. അപ്പോൾ തൻ്റെ ആ വ്യഗ്രതയിൽ സീത ചെയ്തിട്ടുള്ള ഈ കാര്യം അറിഞ്ഞില്ല. എന്തെങ്കിലും ഒരു തെളിവ് ആർക്കെങ്കിലും കിട്ടിയിട്ട് എന്നെ തിരഞ്ഞു വരികയാണെങ്കിൽ ആയിക്കോട്ടെ. ചില തെളിവിൻ്റെ മുകളിലാണല്ലോ പോലീസുകാർ ഓരോ കുറ്റമൊക്കെ തെളിയിക്കുക. അതുകൊണ്ട് ഇത് താഴത്തേക്ക് ഇട്ടു. അപ്പോൾ ആകാശമാർഗത്തിൽ കൂടെ ആവും പോയിണ്ടാവും, അല്ലെങ്കിൽ ഈ വഴി അന്വേഷിച്ചിട്ട് തുമ്പ് കിട്ടിക്കോട്ടെ എന്ന് കരുതി ആഭരണങ്ങൾ കീഴ്പ്പെട്ടിട്ടു അതവിടെ സൂക്ഷിക്കുകയും ചെയ്തു. ഭഗവാൻ ഈ സമയത്ത് തിരിച്ച് ആശ്രമത്തിൽ എത്തുമ്പോൾ ലക്ഷ്മണൻ വരുന്നു പരിഭ്രാന്തനായിട്ട്. എന്താ ലക്ഷ്മണ സീതയെ പർണശാലയിലാക്കിയിട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഒഴിവാക്കിയും പോവരുത് എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. ആ സീത ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ ഉണ്ടാവും എന്നെന്താണ് ഉറപ്പ്? നീ കാണിച്ചത് അവിവേകായി. പർണശാലയിൽ സീതയ്ക്ക ഒരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ട് പോന്നു? ജാനകി തന്നെ ബലാലെന്തിന് വെടിഞ്ഞു നീ? രാക്ഷസർ അവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ. തെറ്റായിപ്പോയി ലക്ഷ്മണ. അപ്പോൾ പറഞ്ഞു, ഏട്ടനോട് ഇപ്പോൾ സീതാദേവി പറഞ്ഞ കാര്യം എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാനത് ഏട്ടനോട് എങ്ങനെ പറയും? ഹാ ഹാ ലക്ഷ്മണ പരിത്രാഗി സൗമിത്രേ. ഇപ്രകാരം കരഞ്ഞപ്പോൾ ആർത്തനാദം മമ ജ്യേഷ്ഠൻ മുഖത്തു നിന്നുണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞു നോക്കി, ഇതെൻ്റെ ഏട്ടൻ കരഞ്ഞതല്ല, കള്ളത്തരാണ്. ദേവി സമാധാനിച്ചാലും. പിന്നെ ഏട്ടത്തി പറഞ്ഞ കാര്യമൊന്നും, ഏട്ടത്തിയമ്മ പറഞ്ഞ കാര്യമൊന്നും ഏട്ടനോട് പറയാൻ കൊള്ളുന്നതല്ല. എങ്കിലും പിഴച്ചിതു പോന്നത് സൗമിത്രേ, നീ ശങ്കയുണ്ടായിടാമോ? ദുർവചനങ്ങൾ കേട്ടാൽ. അറിവില്ലാതെ സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ധൈര്യവും ബലവും അവലംബിക്കേണ്ടത് നീയല്ലേ. പോകുന്നത് തെറ്റായിപ്പോയി. അവിടെ പോകുമ്പോൾ സീതയെ കാണും എന്ന് ഒരു ഉറപ്പുമില്ല. പരിഭ്രമായി രാമന്. രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുട ചാന്തർ ഭാഗത്തിങ്കൽ ചെന്നു എങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. വാൽമീകി ഇതൊക്കെ വർണ്ണിക്ക് അവിടെ ചെന്നപ്പോൾ താറുമാറായി കിടക്കുന്നതായ പർണശാല, പൊട്ടിച്ച് എറിയപ്പെട്ട പോലെയുള്ള മാലകൾ, ചില വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ, എന്തൊക്കെയോ ഇവിടെ നടന്നിരിക്കുന്നു എന്നതിൻ്റെ ചില അടയാളങ്ങൾ. സീതയാണെങ്കിലോ കാണാനുമില്ല. അതിങ്ങനെ കാണുകയാണ്. മാല പൊട്ടിച്ച് അവിടെയൊക്കെ ചിന്നിച്ചെതറി കിടക്കുന്നതും. അല്ലെ ആ ശരീരത്തിൻ്റെ ആക്രമണത്തിൽ അതൊക്കെ ഉണ്ടാവാമല്ലോ. വസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ, ചിന്നിച്ചെതറിയ മുത്തുകൾ, മാലയുടെ ഭാഗങ്ങൾ മുതലായതെല്ലാം കണ്ടു ശങ്കിച്ചതുപോലെ തന്നെയായി. ലക്ഷ്മണ നോക്കൂ, എന്തോ ഇവിടെ നടന്നിട്ടുണ്ട്. സീതയെ ആരോ കൊണ്ടുപോയിരിക്കണു. എന്തിനാണ് നീ തനിച്ചാക്കിയിട്ട് പോകുന്നത്? പിന്നെ ഗോദാവരിയുടെ അവിടെ തിരഞ്ഞു, അവിടെ തിരഞ്ഞു, ഇവിടെ തിരഞ്ഞു, വളരെ ദിക്കിൽ തിരഞ്ഞു. ഹാ ഹാ വല്ലഭേ സീതേ കാകാ മൈഥിലീ നാദേ കാകാം ജാനകി ദേവി ഹാ കാമൽ പ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. എവിടെയെങ്കിലും എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് മറിഞ്ഞിരിക്കുകയാണോ നീ ചെയ്യുന്നത്?
വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. ജീവനുള്ളതും ജീവനില്ലാത്തതും സംസാരിക്കാൻ കഴിവുള്ളവരും അല്ലാത്തവരോടും ഒക്കെ നടന്ന് ചോദിക്കുകയാണ്. പക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. വനദേവതമാരോട് ചോദിച്ചു, പക്ഷികളോട് ചോദിച്ചു, വൃക്ഷങ്ങളോട് ചോദിച്ചു, എല്ലാവരോടും. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാ സർവ കാരണൻ ഏകൻ അലേപൻ പരിപൂർണൻ. എല്ലാം അറിയാം. സീതയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും എവിടേക്കാണ് പോയിരിക്കണമെന്നൊക്കെ അറിയാം. മായാസീതയാണ്, അതും അറിയാം. എങ്കിലും ഒന്നും അറിയാത്തതായിട്ടുള്ള പോലെ പ്രാകൃതൻ ദുഃഖിക്കുന്നത് പോലെ ദുഃഖിച്ചു. തെരഞ്ഞ് നടന്ന് ഒരു കാര്യ മാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി എല്ലാം അവതാര കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അഭിനയം മാത്രം. അജ്ഞാനമോ യഥാർത്ഥ ദുഃഖമോ ഒരു വികാരമോ ഇല്ലാത്ത ഭഗവാനെല്ലാം ഉള്ളതായിട്ട് അഭിനയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജഡായുവിനെ കാണുന്നത്. ഭിന്നമായൊരു രഥം കാണെടോ കുമാരാ നീ. ആ സീതയെ കൊണ്ടുപോയ രാക്ഷസനാവണം മിക്കവാറും ഇത്. അല്ലെങ്കിൽ ആ രാക്ഷസനെ എതിരിട്ട് തോൽപ്പിച്ച മറ്റൊരു രാക്ഷസനാവാം ഈ കിടക്കുന്നത്. സീതയെ കൊണ്ടുപോയിട്ടുള്ള രാക്ഷസൻ ഈ രാക്ഷസനെ തോൽപ്പിച്ച് ഓടിയിട്ടുണ്ടാവും. സീതയും കൊണ്ട് തോൽപ്പിക്കപ്പെട്ട രാക്ഷസൻ തന്നെ ഇത്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് വില്ലെടുക്കുക, ഇവനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭക്തനല്ലകം തവ ഭക്തനായോ ഒരു ദാസൻ മിത്രമെത്രയും തവ ദാസനു വിശേഷിച്ചും ഞാൻ ജഡായുവാണെന്നും താത അങ്ങയുടെ അച്ഛൻ്റെ സുഹൃത്താണെന്നും അങ്ങയുടെ പത്നിയെ രാവണൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ തടുത്തു. അപ്പോഴേ ചിറക് ചന്ദ്രഹാസം കൊണ്ട് വെട്ടി. ഇനി എനിക്ക് വളരെ കുറച്ച് നിമിഷങ്ങളും പോലെയുള്ള സമയമേ ആയുസ്സുള്ളൂ. രാമ, അങ്ങേ കണ്ട് എനിക്കിതൊന്ന് പറയണമെന്നുണ്ട്. അതുവരെ ഞാൻ ജീവിക്കുമെന്ന് ഇന്ദിരാദേവി എന്നെ അനുഗ്രഹിച്ചു. സീത, ഇത്രേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുള്ളൂ. മരണപീഡ കൊണ്ട് അത് പറയാനുള്ള ശക്തി എനിക്കില്ല. ദയവായിട്ട് എന്നെ അനുഗ്രഹിക്കണം, നല്ലത് വരുവാനായി അനുഗ്രഹിക്കണം എന്ന് മാത്രമേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ. അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേ ഞാനെന്നു നൂനം. രാമ, ശരീരം നഷ്ടപ്പെട്ടതിലോ കീറി മുറിച്ചതിലോ എനിക്ക് സങ്കടമില്ല. എന്താ സങ്കടം ഇല്ലാണ്ടേവാൻ? എനിക്ക് ഈ ജീവിതം കൊണ്ട് നേടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം കിട്ടി. മരണസമയത്ത് അങ്ങയെ കണ്ടിട്ട് പ്രാണൻ വെടിയാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടല്ലോ. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജഡായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗതിന് ചേർത്തിട്ടുത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ. ലക്ഷ്മണ, കുറച്ച് വിറക് കൊണ്ടുവരിക. അവൻ്റെ പ്രാണൻ പോയതുകൊണ്ട് ആ ശരീരത്തെ വേണ്ട പോലെ സംസ്കരിക്കണം. നല്ലൊരു ഗതി അവനുണ്ടാവാൻ ചിത്രാർത്ഥമായ പക്ഷികൾ അവയെല്ലാം ഭക്ഷിച്ച് സുഖിച്ചാലും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഭാവത്തിൽ ഈ ശരീരത്തെ ദഹിപ്പിച്ച് അത് പക്ഷികൾ കഴിക്കുക, എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്നും പറഞ്ഞാൽ ശരീരത്തേക്ക് സംസ്കരിച്ചു. അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു. ആ ജഡായുവിൻ്റെ ശരീരം വേണ്ട വിധത്തിൽ സംസ്കരിച്ചു. അപ്പോൾ ജഡായു മോക്ഷം പ്രാപിച്ചു. ശംഖാരിഗത പത്മമുകുട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ടു വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സാധാരണ ഭഗവാനെ സ്തുതിച്ചിട്ട് മോക്ഷം കിട്ടില്ല പതിവ്. ഇവിടെ മോക്ഷം കിട്ടിയിട്ട് സ്തുതിക്കണ ഒരു വ്യത്യാസമുണ്ട്. ഗജേന്ദ്രൻ സ്തുതിച്ചിട്ടാണ് മോക്ഷം കിട്ടിയത്. മിക്കവാറും ഒക്കെ അങ്ങനെയാവും, സ്തുതിച്ചിട്ട് മോക്ഷം കിട്ടുക. ഇവിടെ അങ്ങനെയല്ല. മോക്ഷം കിട്ടി ശംഖചക്രധാത്മാദികൾ ധരിച്ച സ്വരൂപമായി എന്നിട്ടാണ് സ്തുതിക്കുന്നത്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, ഒരു വ്യത്യാസം എന്ന് മാത്രം. അങ്ങനെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ മുമ്പിലങ്ങനെ കണ്ട്
ആ ജടായു സ്തുതിക്കുകയാണ്. അത് നല്ലൊരു സ്തുതിയാണ് ജടായുവിൻ്റെ. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ തുതിച്ചു. അഗണിത ഗുണമപ്രമേയമാദ്യം സകല ജഗസ്ഥിതി സംയമാതികേതും ഉപരമപരമം പരാത്മഭൂതം സടതമകം പ്രണതോസ്മി രാമചന്ദ്രം. ഗണിക്കപ്പെടാത്തതായിട്ടുള്ള മാഹാത്മ്യമുള്ളതും അഗണിതം കണക്കാക്കാൻ പറ്റാത്ത അപ്രമേയം, മനസ്സുകൊണ്ട് ചിന്തിക്കാനോ പറഞ്ഞറിയിക്കാനോ പറ്റാത്ത അപാരമായ മാഹാത്മ്യമുള്ളത് കൊണ്ട് ആദ്യം സകല ജഗസ്ഥിതി സംയമാതികേതും, ലോകത്തിൻ്റെ സ്ഥിതി സംഹാരത്തിന് കാരണമായിട്ടുള്ളതും ഉപരമപരമം പരാത്മഭൂതം സടതമഹം പ്രണതോസ്മി രാമചന്ദ്രം. പരമാത്മാവായിട്ട് ഏതൊരു ആളാണോ പ്രപഞ്ചത്തെ വിട്ട് മനസ്സിന് കൊണ്ട് ഈശ്വരനെ ഭജിക്കുന്നത്, ഉപരമപരമം എല്ലാറ്റിൽ നിന്നും സ്വസ്ഥമായിട്ടുള്ള അവസ്ഥയിൽ മാത്രം പ്രകാശിക്കുന്ന അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് വരദമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷവിക്ഷപിതാമരശുജം രഹിതാപതി സുഖമിന്ദിരാമനോഹരം ശ്യാമളം ജടാമുകുടോച്ചരം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം നിരവധി സുഖമിന്ദിരാകടാക്ഷം ചപിത സുരേന്ദ്രചതുർമുഖാതി ദുഃഖം നരവരമനിശം നതോസ്മി രാമം വരദമഹം വരചാപബാണഹസ്തം. ആശ്രയിക്കുന്നവർക്കും ഭക്തന്മാർക്കും അവധിയില്ലാത്തതായിട്ടുള്ള സുഖം. എല്ലാ സുഖത്തിനും ലോകത്തിൽ അവധിയുണ്ട് അല്ലേ? നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നാവിനും ഉണ്ട് അവധി, കുറച്ച് കഴിഞ്ഞാൽ മതിയാവും. നല്ല പാട്ട് കേൾക്കുകയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മടുക്ക് തന്നെ ചെയ്യും. ഏത് കാഴ്ച കണ്ടാലും അതും കുറച്ച് കഴിഞ്ഞാൽ മതിയാവും. പക്ഷേ ഒരിക്കലും മതി വരാത്ത ഒരൊറ്റ സുഖേ ലോകത്തിലുള്ളൂ, ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന സുഖം. അതാണ് നിരവധി എന്നാൽ കുറേ എന്നുള്ള അർത്ഥമല്ല, അവധിയില്ലാത്തത് എന്നാണ്. അവധിയില്ലാത്ത സുഖം, നിരവധി സുഖം. ഇത്ര കഴിഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം ഒന്ന് തന്നെയായിരിക്കും എന്നർത്ഥം, മാറ്റില്ല. ഇന്ദിരാകടാക്ഷം ക്ഷപിട സുരേന്ദ്ര ചതുർമുഖാതി ദുഃഖം, ചതുർമാദികളാൽ ഒക്കെ വന്ദിക്കപ്പെട്ടതായിട്ടുള്ള ഇന്ദിരാമനോഹരം, നിരവധി സുഖം ഇന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്ജലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം നാമം. ദേവന്മാരാൽ തുതിക്കപ്പെട്ടിരിക്കുന്നതും ഏറ്റവും മനുഷ്യരൂപം എടുത്തിട്ടുള്ളതും ആശ്രയിച്ചവർക്ക് സർവ്വവരങ്ങളും നൽകുന്നതും ആയ അമ്പവില്ല് മുതലാട്ടത്ത് കയ്യിൽ ധരിച്ചതായ ഭഗവാന് നമസ്കാരം. ചതുർമുഖാദി വന്ദ്യം. വന്ദ്യം നമ്മുടെ ദുഃഖം എന്ന് പെൻഡിങ് മിസ്റ്റേക്ക്, ദുഃഖം ഇതിലില്ല, സംസ്കൃതത്തിലാണ് ദുഃഖം എന്ന് വാക്ക് അവിടെ വരാൻ സാധ്യതയില്ല. ക്ഷപിട്ട സുരേന്ദ്ര ചതുർമുഖാദി വന്ദ്യം, ബ്രഹ്മാദേവകളാൽ വന്ദിക്കപ്പെട്ടിരിക്കുന്നത്. ത്രിഭുവന കമനീയ രൂപമിട്ടെൻ്റെ വിശദ ബാസുരമീഹിത പ്രധാനം ശരണതമനിശം സുരാഗമൂലേ കൃതനിലയം രഘുനന്ദനം പ്രപത്യേ. തർജ്ജമ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തർജ്ജമ, എത്ര വൃത്തിയായിട്ടാണ് തർജ്ജമ ചെയ്തിരിക്കണറിയോ? അതേപോലെ തന്നെ ആ വാക്കുകൾ മഹിതകടാക്ഷ വിക്ഷപിതാമരശുചം രഹിതാപതി സുഖമിന്ദിരാമനോഹരം ശ്യാമളം ജടാമുകുടോജ്ജലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭുവനകമനീയ രൂപമീഡിതം ശതരവിഭാസുരം അഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിത നിലയനം സുരസഞ്ചയസേവ്യം പ്രണതോസ്മ്യഹം രാമം. അതേപോലെ തന്നെ ഇവിടെ ത്രിഭുവനകമനീയ രൂപമീട്യം രവിശതഭാസുരമീഹിത പ്രധാനം, അതേപോലെ രവിഭാസുരമിഷ്ടപ്രദം ശരണദം രവിശതഭാസുരമീഹിത പ്രധാനം, 1000 സൂര്യൻ്റെ പ്രകാശമുള്ളതും ശരണദമനിശം സദാ ശരണം പ്രാപിക്കാൻ യോഗ്യമായിട്ടുള്ളതും സുരാഗമൂലേകത നിലയം രഘുനന്ദനം പ്രപത്യേ. കൽപ്പവൃക്ഷത്തിൻ്റെ തളിര് പോലെയുള്ള പാദപത്മങ്ങളോടുകൂടിയ ഭഗവാൻ എന്ന് പറഞ്ഞാലും കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ ബലം. കൽപ്പവൃക്ഷത്തിൽ നിന്നെല്ലാം കിട്ടും, ഭഗവാനെ ആശ്രയിച്ചവർക്കും എല്ലാം കിട്ടും. അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഭവ വിപിന ദവാഗ്നിനാമധേയം ഭവമുഖദൈവതദൈവതം ദയാലും തിനച്ചപട്ടി സഹസ്രകോടിനാശം രവിതനയാ സദൃശം ഹരിം പ്രപദ്യേ. ഭവവിപിന ദവാഗ്നിനാമധേയം, സംസാരമാകുന്ന കാടിന് കാട്ടുതീയാണ് ഭഗവാൻ. അതൊക്കെ ഉണ്ട് ഇല്ലാണ്ടേയും, സംസാരമാകുന്ന ദുഃഖങ്ങളൊക്കെ ഉണ്ട് ഇല്ലാണ്ടേയും. സംസാര ദുഃഖം
പരിഹരിക്കപ്പെടുന്നല്ല കേട്ടോ പറഞ്ഞ്. ദുഃഖം അവിടെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടായാലും നമ്മളെ ബാധിക്കില്ല, അങ്ങനെ എടുക്കേണ്ടത്. എല്ലാ ദുഃഖവും പരിഹരിക്കപ്പെടുമോ? ഉണ്ടാവണം എന്നില്ല. പക്ഷേ ആ ദുഃഖം എന്താവും, നമ്മളെ ബാധിക്കാത്ത അവസ്ഥയിൽ ആക്കാൻ ഈശ്വരഭക്തന്മാർക്കൊരു കഴിവുണ്ട്. അതല്ലാത്തവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ്. ഭവകാനന ഭവദഹന നാമധേയം. എന്താ തർജ്ജമ? ഭവ പങ്കജ ഭവമുഖ ദൈവതം ദൈവം ധനുജപതി കോടി സകത്ര വിനാശനം. ധനുജപതി സകത്ര കോടി നാശം, അതന്നെ വാക്ക്. അനവധി രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്ത് നശിപ്പിച്ചതായ രവിതനയാ സദൃശം. രവിതനയ യമുനാ നദിയിലെ ജലം പോലെ നീല നിറം ഉള്ളതായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. മനുജാകാരം ഹരിം പ്രണതോസ്മ്യകം. രവിതനയ യമുനയത്തെ നീലജലം പോലെ നിറമുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അവിരത ഭവഭാവനാതിദൂരം ഭവമുഖേർ മുനുഭി സദൈവദൃശ്യം. ഭവജലതി സുധാരണാഘ്രിപോതം ശരണമഹം രഘുനന്ദനം പ്രപദ്യേ. പറയണ ഭവസാഗരം അവിരത ഭവഭാവനാതിദൂരം. സംസാരത്തിലിങ്ങനെ മുങ്ങി 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 ഇത് തന്നെയാണ് സത്യം എന്ന് വിചാരിക്കണവർക്ക് ഒരിക്കലും കിട്ടില്ല. അതിദൂരം, അവർക്ക് ദൂരത്താണ് ഭഗവാൻ. ഭവവിമുഖേർ മുനിഭി സദൈവദൃശ്യം. സംസാരത്തോട് ആഭിമുഖ്യമില്ലാത്തവർക്കോ അവർക്ക് സദാ കാണും ചെയ്യും. രണ്ടും കൂടി നടക്കില്ല. ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സ് സംസാരോന്മുഖമാവാൻ വയ്യ, സംസാരോന്മുഖമായിട്ടുള്ള മനസ്സ് ഈശ്വരോന്മുഖമാവാനും വയ്യ. അതാണ് സംസാരത്തിൽ മുങ്ങിയവർക്ക് കിട്ടാത്തതും അതിന് വിട്ട് നിൽക്കുന്നവർക്ക് കിട്ടുന്നതും ആയ ഭഗവാൻ. ഭവജലതി സുധാരണാഘ്രിപോതം. നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടിയുള്ള സംസാരത്തിന് തോണിയായിട്ടുള്ളതും, സംസാരം എന്ന് പറഞ്ഞ സമുദ്രത്തെ സമാനമാണ്, അതിൽ കടക്കാൻ സഹായിക്കുന്ന തോണിയായിട്ടുള്ളതും. സുരവരദം രഘുനായകം പ്രപദ്യേ. ദേവന്മാർക്ക് വരം കൊടുക്കുന്നതായിട്ടുള്ള രഘുനായകനെ ശരണം പ്രാപിക്കുന്നു. പരധനപരദാരവർച്ചിതാനാം പരഗുണഭൂതിഷു തുഷ്ടമാനസാനാം. വേറുള്ളവരുടെ ധനം, പത്നി, സ്ത്രീജന ആസക്തി ഇതുള്ളവർക്ക് ഭഗവാനെ കിട്ടില്ല. അതല്ലാത്തവർക്ക് എപ്പോഴും അനുഗ്രഹം കൊടുക്കുന്നവൻ. പരധന പരദാര വർജിതാനാം. പരസ്ത്രീ ധനം മുതലായിട്ടതിൽ താല്പര്യമില്ലാത്തവർക്ക് സദാ ലഭ്യനും അനുഗ്രഹം കൊടുക്കുന്നവനും. അപ്പം ഇതൊക്കെ ഉള്ളവർക്ക് കിട്ടില്ല എന്നർത്ഥം. പരഹിത നിരതാത്മനാം സുദേശ്യം. പരോപകാരത്തിന് സന്നദ്ധനായവർക്ക് ഭഗവാൻ കൂടെ ഉണ്ടാവും. പരഹിത നിരതാത്മനാം. കുറച്ചൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗനുഷ്ഠിക്കാനും ഗുണം ചെയ്യാനും കഴിവുള്ളവർക്ക്. സുസേവ്യം രഘുവരം അംബുജലോചനം പ്രപദ്യേ. താമരക്കണ്ണുള്ള ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. സ്മിത രുചിര വികാസിദാനനാബ്ജമതിതുലഭം സുരരാജനീലനീലം സിതജലരുഹ ചാരുനേത്രശോഭം രഘുപതി ഈശ ഗുരോർഗുരും പ്രപദ്യേ. മനോഹരമായിട്ട് സ്മിതരുചിര വികാസിദാനനാബ്ജം അതിസുലഭം സുരരാജനീലനീലം. നീല നിറത്തോടു കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വികാസിദാനനാബ്ജം, വികസിച്ചതായിട്ടുള്ള താമരപ്പൂവിനെ പോലെ സുന്ദരമായിട്ടുള്ള മുഖമുള്ളതും. സിതജലരുഹചാരുനേത്രശോഭം. സിത എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറമുള്ളതായിട്ടുള്ള കണ്ണ്, നേത്രം. കണ്ണിൻ്റെ ഭംഗി എപ്പോഴും കറുപ്പാണ്. ബ്രൗൺ കളറോ വെള്ളക്കണ്ണോ അല്ല, അങ്ങനെ ഉണ്ടാവും ചിലർക്ക് ഇല്ലേ. കണ്ണിൻ്റെ കളർ വെള്ളയിട്ടും വെള്ളാരം കണ്ണ് ഉള്ളവർ. ഇപ്പം ഇവിടെ പറയുന്ന സിതജലം, കറുത്ത ജലത്തിൻ്റെ പോലെ കണ്ണിൻ്റെ ഭംഗിയെ നീല കറുപ്പ് അങ്ങനെയുള്ള കണ്ണുകളോട് കൂടിയത്. ഗുരുവിൻ്റെയും ഗുരുവായ രാമചന്ദ്രനെ മനസ്സിലിതാ ധ്യാനിക്കുന്നു. ഹരികമലജ ശംഭുരൂപഭേദാൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ 3 ഭാവത്തിൽ ഗുണത്രയാനുവൃത്ത സാത്വിക രാജസ താമസ ഗുണങ്ങളെ ആശ്രയിച്ച് ലോകത്തിൻ്റെ തിട്ടിത്തിരി സംഹാരങ്ങൾ നടത്തുന്ന രവിജല പൂരിതോദപാത്രേ ക്ഷമരപതിസ്തുതി പാത്രമീശമീടെ. രവിരിവജല പൂരിതോദപാത്രേ. വെള്ളം നിറച്ച പാത്രം പലതും ഉണ്ടെന്ന് കൂട്ടുക. ഒരു സംഖ്യ പറയുക, ഒരു 10 പാത്രത്തിൽ വെള്ളം വെച്ചാൽ ആ 10
10 പാത്രത്തിൽ എന്ത് കാണാം? സൂര്യൻ്റെ നിഴൽ കാണാം. 10 സൂര്യബിംബം കാണാം. പക്ഷേ സൂര്യൻ 10 ഉണ്ടോ? ഒറ്റ സൂര്യനേ ഉള്ളൂ. ഒരേ സൂര്യൻ്റെ നിഴലാണ് ഈ 10 പാത്രത്തിൽ വെള്ളം വെച്ചതിൽ കാണുന്നത്. അതുപോലെ രവിരിവ, സൂര്യനെ പോലെ ജലപൂരിതോദപാത്രൈ, ജലം നിറച്ച പാത്രം, അതിൽ സൂര്യൻ്റെ നിഴൽ കാണുന്ന പോലെ പല ശരീരത്തിലും പലതായിട്ട് ഭഗവാൻ തോന്നുന്നു എന്നേ ഉള്ളൂ. സത്യത്തിൽ ഈശ്വരൻ ഒന്ന് തന്നെയുള്ളൂ. രതിപതി ശതകോടി സുന്ദരാംഗം, മനോഹരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടി കാമദേവൻ, രതിപതി എന്ന് പറഞ്ഞാൽ കാമദേവൻ. കാമദേവൻ്റെ പോലെ ശതപഥഗോചരം, അതൊരു ആ ഉപാസനാ മാർഗമാണ് ശതപഥം. അപ്പം അത് കൂടെ ഉപാസിച്ച് ചെന്നെത്തുന്ന സ്ഥലമായ യതിപതി ഹൃദയെ, സന്യാസിമാരുടെ ഹൃദയത്തിൽ സദാ ശോഭിക്കുന്ന ദുഃഖമില്ലാണ്ടാക്കുന്ന രഘുപതിയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു പറഞ്ഞു. ഇത്തേവം സുഭതത്തസ്യ പ്രസന്നോഭൂ, രഘുത്ത സ്തുതിയാൽ സന്തോഷമായി രാമന്. ഉവാചകച്ഛ ഭദ്രം തേ മമ വിഷ്ണോ പരംപദം, ജീവാത്മാക്കൾക്ക് അത്ര വേഗം കിട്ടാത്തതായ പരമപദമായ വൈകുണ്ഠത്തിലേക്കല്ലയോ ജടായോ അങ്ങ് പോയാലും. ഇത് സുലഭമായി കിട്ടുന്നതല്ല. അങ്ങയുടെ ഭാഗ്യം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. രാവണനിൽ നിന്ന് ഉപദ്രവം കിട്ടിയിച്ചാലും നല്ലൊരു ഭാഗ്യമാണ് അങ്ങേക്ക് കിട്ടുന്നത്. എൻ്റെ സ്ഥാനത്തെ പരമപദത്തെ നീ പ്രാപിച്ചാലും. ഈ സ്തോത്രം ഏതൊരാൾ ഭക്തിയോട് കൂടിയിട്ട് പറയുക, പഠിക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ടോ, മരണസമയത്ത് എൻ്റെ സ്മരണ ഉണ്ടാവും. ബലശ്രുതി ശ്രദ്ധിച്ചു നോക്കൂ. സ്വർണം കിട്ടും, ധനം കിട്ടും, ലോട്ടറി കിട്ടും, ഒന്നും പറഞ്ഞില്ല. നല്ല ബലശ്രുതിയാണെന്നാണ് ഞാൻ പറയുക. സ്വർണം കിട്ടും, രത്നം കിട്ടും, ലോട്ടറി കിട്ടും, അങ്ങനെയാണോ ബലശ്രുതി പറയേണ്ടത്? ശൃണോതിയ സ്തോത്രം ലിഖേത്വാ നിയതപ്പടേ സയാതി മമ സാരൂപ്യം മരണേമസ്മൃതിം ലഭേ. ഇതാണ് ഈ ജന്മത്തിൻ്റെ ലാഭം. മരണസമയത്ത് ഈശ്വരനെ സ്മരിച്ച് കൃഷ്ണാരാമാന്ന് വിളിച്ച് ഇവിടുന്ന് പോവാൻ തരായാൽ അയാളുടെ ജന്മം സഫലായി. അതിന് പറ്റിയില്ലാക്കുക. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ ഇട്ട് പോകാനേ പറ്റൂ അല്ലേ? അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇതി രാഘവഭാഷിതം തഥാശുതവാൻ അഷ്ടതമാകുലോദ്ദിച്ച രഘുനന്ദനസാമ്യമസ്ഥിത പ്രയോ ബ്രഹ്മസുപൂജിതം പദം. എല്ലാവരും പൂജിക്കപ്പെടുന്ന പരമസ്ഥാനത്തെ ആ ജഡായു പ്രാപിച്ചു എന്നും പറഞ്ഞ് ജഡായുഗതി അല്ലെങ്കിൽ ജഡായ മോക്ഷം, ജഡായുവിൻ്റെ സ്തുതിയും പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി അവിടുന്ന് കബന്ധന കാണുന്ന സന്ദർഭം പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ഭാഗത്തിൽ. പൂർവന്റാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം. ഏതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.